ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ല, ഇവിടെ എംപ്രസിന്റെ എനർജിയാണ്. കണ്ട, നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നുണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നത് തന്നെ വളരെയധികം പോസിറ്റീവ് മൈൻഡോടുകൂടി ആയിരിക്കണം. ചിലരൊക്കെ എങ്ങനെങ്കിലും ഇത് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നവരുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റെങ്കിലും ഒക്കെ കൊണ്ടിട്ടൊന്ന് സംതൃപ്തി അടയാൻ നോക്കിയിരിക്കുന്നവരും കാണും. എല്ലാവരുടെയും കാര്യമല്ല, ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങളിൽ ഒരുപാട് പേരും വളരെയധികം സന്തോഷത്തോടു കൂടി എന്തോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ വല്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെ? മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു വെമ്പൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നവർ വന്നു ചേരണമെന്നായിരിക്കണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ സ്നേഹത്തെ മാത്രമല്ല എങ്കിൽ ആ ഒരു ബന്ധത്തെ, അല്ല സ്നേഹം കൊണ്ടുള്ള ഒരു ബന്ധത്തെ, അതായത് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള എന്തിനെയോ ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തിനെയോ നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരും. കാരണം അതുപോലെ നിങ്ങൾ തേജസ്സോടുകൂടി മുന്നോട്ട് വരികയാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് അത് പ്രതിധ്വനിക്കും. മനസ്സിലായി? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത്, എന്ത് വികാരമാണോ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്, ആ ഒരു വികാരം നിങ്ങളുടെ മുഖത്തും പ്രതിഫലിക്കും. അതുവഴി മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവണം. മനസ്സിലായി? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ചല്ല എങ്കിൽ ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ആരും അടുത്തു വരില്ല. അതേ സമയത്ത് നിങ്ങൾക്കെതിരെ കൂടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ചുണ്ടുകൊണ്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് നന്നായിരിക്കും. കാരണം അവർക്കും അത്രമാത്രം ആ ഒരു ഫീൽ ഉണ്ടാവുന്നതാണ്. നിങ്ങളെപ്പറ്റി ഒരു നല്ല ഒരു മതിപ്പ് അവർക്കും തോന്നാനുള്ള സാധ്യത വരും. എപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ, എല്ലാ സമൂഹത്തിലെ മുഴുവനും ഒരു ആദരവ് പിടിച്ചു പറ്റുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർക്ക് നല്ല ഒരു മതിപ്പ് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്നേഹം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ശൂന്യമായ ഹൃദയത്തിലേക്കാണ് ഐശ്വര്യങ്ങൾ വരുന്നത്, ഐശ്വര്യം, ബ്ലെസ്സിങ്സ് വരുന്നത്, ദൈവാനുഗ്രഹം വരുന്നത്. മനസ്സിലായി? അല്ലാതെ എല്ലാം കൂടെ മലിനമായ എനർജീസിനെ നിങ്ങൾ കുന്നുകൂട്ടി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് നിങ്ങൾക്ക് അനുഗ്രഹം വരില്ല. ഇവിടെ ശൂന്യമാണ് ഹൃദയം, കളങ്കമില്ലാത്ത ഒരു ഹൃദയം. അതായത് വെറും കുട്ടികളുടേതായ ഒരു മനസ്സ്. അതാണ് കുട്ടികളുടെ മനസ്സ്. എങ്ങനെയാണ് കളങ്കമില്ലാത്ത മനസ്സ്? നിസ്വാർത്ഥരാണ്, അല്ലെ? സ്വാർത്ഥതയില്ലായ്മയുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതും നിങ്ങൾക്ക് നല്ല പാതയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർ ചോദിക്കുന്നതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ കഴിയുന്നു ഈ ഒരു സമയം. നിങ്ങളുടെ എനർജി ഇത്തരത്തിൽ ഉയർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും.
ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ ഇവിടെ ഈ 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുന്നത്. പ്രപഞ്ചത്തെ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണിത്. ഏത് കാര്യത്തിലും പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം നമ്മളെ എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എന്താണ് ഇനിയിപ്പം ഒത്തിരി കഷ്ടപ്പാടുകൾ, പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ? എല്ലായ്പ്പോഴും കഷ്ടപ്പാടുകൾ മാത്രമാണ്, പലതരത്തിലുള്ള ദുരിതങ്ങളാണ് ജീവിതത്തിൽ വരുന്നത്. അത് എന്തിനാണ് വരുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷെ എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരീക്ഷയാണ്, നിങ്ങൾക്കുള്ള ഒരു പരീക്ഷയാണ്. സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു പരീക്ഷ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു പരീക്ഷ തരികയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ വരുമ്പോൾ നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടോ, അതോ നിങ്ങൾ പിന്മാറുകയാണോ ചെയ്യുന്നത്, നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടുകയാണോ ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു പരീക്ഷ മാത്രമാണ്. മനസ്സിലായി? നിങ്ങൾ അതിനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, അതിനോട് പോരാടി ജയിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഓരോ തരം ഘട്ടം ഘട്ടമായിട്ട് തന്നെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ പരീക്ഷ എഴുതിയ ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഏറ്റവും വലിയൊരു പരീക്ഷ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നൽകിയ പരീക്ഷകൾ. യൂണിവേഴ്സ് ഒരുപാട് പരീക്ഷണങ്ങളാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെ? അതിൽ പലരും കരഞ്ഞു പോവിയിരിക്കുക, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എൻ്റെ ജീവിതം മടുത്തു, എനിക്കിത് വയ്യാതാങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പലരും. പക്ഷെ ചിലരാണെങ്കിലോ അതിനെ നേരിടാനുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കും. പല അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻ വർക്കുകൾ ഇതൊക്കെയും ചെയ്ത് സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുന്നു, മന്ത്രം ജപിക്കുന്നു, ധ്യാനം, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനുവർത്തിച്ച് മുന്നോട്ട് വന്ന് ഇതിൽ എനിക്ക് ജയം വേണമെന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നവർക്കാണ് ഇവിടെ ഇത്തരത്തിലുള്ള വിക്ടറി ആൻഡ് സക്സസ് ലഭിക്കുന്നത്. മനസ്സിലായി? നിങ്ങളും അതിനായിട്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും പ്രപഞ്ചത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കണം. മനസ്സിലായി? വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നമുക്കും കടക്കാൻ പറ്റും, നിങ്ങൾക്കും കടക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. നിങ്ങളുടെ സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. സാമ്പത്തികം നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഫലമായിരിക്കണം. നിങ്ങൾ എല്ലായ്പ്പോഴും ക്ഷമയോടുകൂടി എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യുകയാണോ, അതിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വന്നു ചേരും. മനസ്സിലായോ? ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒന്നും വന്നു ചേരില്ല, അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ല. എല്ലായ്പ്പോഴും നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലായ്പ്പോഴും വഴക്ക്, ബഹളം, അലസണ്ട, കോപം, മറ്റുള്ളവർ തമ്മിലടി, ഇതൊക്കെ ഉണ്ടോ? അവിടെ എന്താണ് വസിക്കുന്നത്? എപ്പോഴും നെഗറ്റീവ് എനർജി മാത്രമാണ് വസിക്കുന്നത്. അവിടേക്ക് സാമ്പത്തികം വന്നു ചേരില്ല. നിങ്ങൾ പലപ്പോഴും, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പലപ്പോഴും ശാന്തരായി സമാധാനത്തോടുകൂടി, കുട്ടികളോട് സ്നേഹത്തോടുകൂടി, വീട്ടിലുള്ളവരോട് സ്നേഹത്തോടുകൂടി പെരുമാറാനും ഒരുപാട് ക്ഷമ ശീലിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പതുക്കെ 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 നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. മനസ്സിലായി? അതാണ് നിങ്ങളിവിടെ പരിശീലിക്കേണ്ടത് ഒന്നാമതായിട്ടും. പിന്നെ മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ പറയാൻ, നല്ല പ്രവൃത്തികൾ ചെയ്യാനും കൂടെ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി വന്നു ചേരുന്നതായിരിക്കും. കോയിൻസ് ആണ് ഇവിടെ. കോയിൻസ് എന്ന് പറയുമ്പോൾ പെൻഡക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ വാൺസ് ഫയർ സൈൻ, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. കണ്ടല്ലേ? ഈ ഒരു സമയത്ത് ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വരുത്തി കഴിഞ്ഞാൽ ഇത് കുറെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? എന്നും അടിപിടിയിട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മറ്റൊരു സ്വഭാവത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് വേണം നമുക്ക് ഓരോന്നും സാധിക്കാൻ. എളുപ്പത്തിൽ ഒന്നും സാധിക്കുകയില്ല. മനസ്സിലായോ?
നിങ്ങൾ വിചാരിക്കും എളുപ്പത്തിൽ ഇന്ന് സാധിക്കാത്തത് എന്താണ്, എന്നാൽ അത് തരുന്നു ഇത് തരുന്നു, നമ്മളൊരു റീഡിങ് കാണുമ്പോൾ അതിലൂടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നില്ല, എളുപ്പത്തിൽ എന്താണ് ഇത് ഇങ്ങോട്ട് വരാത്തത് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഇത് എളുപ്പം വരാനുള്ളതല്ല. പ്രപഞ്ചം അങ്ങനെ ആർക്കും ഒന്നും എളുപ്പം കൊടുക്കില്ല. യൂണിവേഴ്സിന്റെ തീരുമാനമാണത്. യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് എപ്പോഴാണ് തരേണ്ടതെന്ന്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം ചെയ്യാൻ, അങ്ങനെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ എല്ലാം. പ്രപഞ്ചത്തിൽ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് സുഖത്തിലും സമൃദ്ധിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമൃദ്ധി നിങ്ങൾക്ക് സ്വയം കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായോ? സമൃദ്ധിയും ഐശ്വര്യവും വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഒന്നു ചേർന്ന് സന്തോഷമായിട്ട് ഒരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യം നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് സോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് പെട്ടെന്ന് ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഡിലേ ആയി പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന മടിച്ച് ഇരിക്കുകയാണ്, എന്താണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, ഇനി എനിക്ക് ആക്ഷൻ എടുക്കാൻ വയ്യ. ഒരുപാട് തവണ ഞാൻ ആക്ഷൻ എടുത്തതാണ്, പക്ഷെ അതിലൊന്നും എനിക്കൊരു സക്സസ് നേടാൻ കഴിഞ്ഞില്ല, എപ്പോഴും പരാജയമാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പിൻവാങ്ങിയിരുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴതിന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നു. പുതിയ ജോലിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 7 ചക്രാസിലെ ഫസ്റ്റ് വരുന്നതാണ് റൂട്ട് ചക്ര അഥവാ മൂലാധാര ചക്ര എന്ന് പറയുന്നത്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങളിലേക്ക് മുടങ്ങിക്കിടന്ന സാമ്പത്തികം ലഭിക്കും. ജോലി ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജോലി ലഭിക്കാത്തവർ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിനായിട്ടൊരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ എന്തോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക്. ഏതെങ്കിലും ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാം, ചിലപ്പോൾ ജോലി ലഭിക്കാനാവാം, ഏതെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തോ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയ തുടക്കത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവണം. ഇത് നിങ്ങളിലേക്ക് വളരെയധികം സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് കിടന്നിരുന്ന മണിയൊക്കെ തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെയും കണ്ടില്ല, ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാനായിരിക്കണം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സോൾമേറ്റിനെ കണ്ടുമുട്ടാനാവണം. എന്തായാലും ഒരു പുതിയ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകാനുള്ള എനർജി, രണ്ടുപേർ തമ്മിലുള്ള കൂടിച്ചേരലല്ലേ, രണ്ടുപേർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിലാണ്, ഒരു ഡീലിംഗ് ഉണ്ടല്ലോ ഇവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാമെന്നുള്ള ആ ഒരു ഒത്തുതീർപ്പാണ് ഇവിടെ വരുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, നിങ്ങളിൽ നിന്ന് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒത്തുചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്നു ചേർന്ന് നിങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ ജീവിതത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് കാണുന്നുണ്ട്. ഇവിടെയോ 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സ്പീഡിലാണ് നിങ്ങളുടെ ഈ ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്ത് കാര്യമായാലും ഇത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളാവണം, ചിലപ്പോൾ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കാം, നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമല്ല, നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഉള്ള ഒരു
ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും നമുക്കിവിടെ പറയാൻ പറ്റും. അതുമല്ല, നിങ്ങൾ എന്തെങ്കിലും യാത്രകൾക്ക് വേണ്ടി വിചാരിച്ചിട്ടുണ്ടോ, പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അത് ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ലഭിക്കുന്നതും കാണുന്നുണ്ട്. വാൻസ് ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. മനസ്സിലായി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി. ഇമോഷൻസിന്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആവേശം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അതുപോലെ 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഒരു ആവേശത്തിൻ്റെതായ എനർജിയാണ്. ഈ ആവേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, കണ്ടില്ലേ? വളരെയധികം കോൺഫിഡൻസോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലായി. എന്നാൽ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളിലും ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും, വളരെയധികം പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ, ആ കാര്യത്തെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അത് നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാം. നല്ല നല്ല യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്. അതുപോലെ ബിസിനസ് യാത്രകളാവാം കൂടുതലായിട്ടും. അതുപോലെ മറ്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, പ്രൊമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഒക്കെയും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം അത്യാവശ്യത്തിനുണ്ട്. അത് മറ്റുള്ളവർക്കായിട്ട് ചിലവഴിച്ച് കളയാൻ മനസ്സില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ അതിനെ സംരക്ഷിക്കുന്നു, സേഫ് ആക്കി വെക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഉള്ള സാമ്പത്തികത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അനാവശ്യമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതൊന്നും സാധിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഉള്ളതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒറക്കിൾ കാർഡ്സ് കൂടെ 2-3 എടുക്കാവേ. ഇവിടെ കമ്പാരിസൺ ആണ്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല. അവർക്ക് ഒരു വിധി, നമുക്കൊരു വിധി. അവരുടെ കർമ്മ അവർക്ക് കിട്ടുന്നു, നമ്മുടെ കർമ്മയ്ക്ക് ഉള്ള ഫലം നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും കർമ്മയെ ക്യാരി ചെയ്തിട്ടുണ്ട്. സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സഞ്ചിയിലിട്ട് കുറെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ജന്മത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തെയും കൂടി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതിനുള്ള ഫലമാണ് ഇത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇത് ഓരോരുത്തരുടെ ഈ കർമ്മയുടെ അളവുകളൊക്കെ ഉണ്ടല്ലോ, വ്യത്യാസമുള്ളതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ ഫലം, കുറച്ച് ചെയ്തവർക്ക് കുറച്ച് ഫലം, കുറച്ച് ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കിത് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇതൊന്നും വരുന്നില്ല, അവരിപ്പോൾ എന്തുമാത്രം ദുഷ്ടരാണ്, എന്നിട്ട് ദുഷ്ടനെ അങ്ങ് പന പോലെ വളർത്തുകയാണ് ദൈവം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇതിലൊന്നുമല്ല കാര്യം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആരെയും കമ്പയർ ചെയ്യാൻ പാടില്ല. അവർ ചെയ്തതിന്റെ ഫലമാണ് അവർക്ക് കിട്ടുന്നത്, നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിൽ നന്മ നിറച്ചുകൊണ്ട് ജീവിക്കുക. മറ്റുള്ളവരുടേത് കണ്ട് അസൂയപ്പെടാനോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനോ ഒന്നും പോവാതിരിക്കുക. നമുക്ക് കിട്ടിയതിനുള്ള നന്ദി ദൈവത്തോട് സമർപ്പിക്കുക. യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാൻ മടി വിചാരിക്കരുത്. ഫൈറ്റിംഗ് ആണ്. നമുക്ക് നേടേണ്ടതിനൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയേ പറ്റൂ. അല്ലാതെ വെറുതെ ഒന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയില്ല. യൂണിവേഴ്സ് ഓരോ പരീക്ഷകൾ നമുക്ക് തരുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എന്താണ് അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടവരാണ്. മനസ്സിലായി? അല്ലാതെ വെറുതെ ഇരുന്ന് എനിക്കിങ്ങ് കൊണ്ടു തരും എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ചമ്രമ്പടം ഞൊരണ്ടത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലേക്ക് വരില്ല. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടേണ്ടതാണ് ഇതെല്ലാം എന്നാണ് കാണുന്നത്. ഇവിടെ ദ ഡ്രീമാണ് വന്നിരിക്കുന്നത്. പലരും പല കാര്യങ്ങളിലും പല സ്വപ്നങ്ങളിലും ചേർന്നിരിക്കുകയാണ്.
സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ദിവാസ്വപ്നങ്ങളാവാൻ, നൈറ്റ് സ്വപ്നങ്ങളാവാൻ, എന്തൊരു സ്വപ്നങ്ങളായാലും ശരി, പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷൻ, നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നൊക്കെയാണ് ഇവിടെ വിചാരിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് വന്നു ചേരണം എന്നൊക്കെ ഇവിടെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഏത് വ്യക്തിയാണോ വരുന്നത് അത് നിങ്ങളുടെ കർമ്മ അനുസരിച്ച് തന്നെയാണ്. ഇവിടെ നമ്മൾ സ്വപ്നങ്ങൾ പിന്നെ പലപ്പോഴും അങ്ങനെയല്ലേ, സ്വപ്നം കാണാൻ ഉള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിലോ അതിന് നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ അതും സാധിച്ചു കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ മെച്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ ദിവസവും ഞാൻ വിചാരിക്കാറുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. എല്ലാ ദിവസവും ഞാൻ വിചാരിക്കാറുണ്ട് അത് 15 മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോ പാടില്ല എന്ന്. പക്ഷേ അപ്പുറം പോയി പോകും, എന്ത് ചെയ്യാനാണ്, എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിനിപ്പോൾ എത്ര സമയമായി, നമ്മൾ സമയം നോക്കി അല്ലല്ലോ വീഡിയോ ചെയ്യാൻ പോകുന്നത്, അവസാനിപ്പിക്കുന്നത് സമയം നോക്കിയിട്ടല്ല, മനസ്സിലായോ? അപ്പോൾ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.